ഫ്രണ്ട്സ്, ഏവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഞാനെന്ന് പറയുന്നത് ജാൻമണിക്ക് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് എന്ന് പറഞ്ഞാൽ മേക്കപ്പ് ആർട്ടിസ്റ്റ് പിള്ളേരെ പഠിപ്പിക്കുന്ന ഒരു ചെറിയൊരു സ്ഥാപനമുണ്ട്. അതിൽ പാസ്സായ പിള്ളേർക്ക് അവാർഡ് കൊടുക്കാൻ വേണ്ടി നമ്മുടെ ജിൻഡോയെയും അപ്സരയെയും അഭിഷേക് ജഗദീപിനെയും നിഷാനെയും വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജാൻമണിയെ കുറിച്ചുള്ള ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ അവിടെ വെച്ച് ജിൻഡോ നടത്തി. എന്താണെന്നല്ലേ, കൂടുതൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കറിയാലോ ജാൻമണിയും ജിൻഡോയായിട്ടുള്ള സൗഹൃദബന്ധം. ബിഗ് ബോസിൽ ഉണ്ടായിരുന്ന സമയത്ത് അവർ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് നല്ല ഫ്രണ്ട്ഷിപ്പായിരുന്നു. ജിൻഡോ മറ്റുള്ള മത്സരാർത്ഥികളൊക്കെ ജിൻഡോ ഒറ്റപ്പെടുത്തിയുള്ളൂ. ജാൻമണി ജിൻഡോ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. നല്ല ഫ്രണ്ട്ഷിപ്പായിരുന്നു. അവർ ഇറങ്ങിയതിന് ശേഷം നല്ല ഫ്രണ്ട്ഷിപ്പായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ജാൻമണിയുടെ ഇൻസ്റ്റിറ്റ്യൂട്ട്, ജാൻമണി മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിട്ടുള്ള പിള്ളേരെ പഠിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അവർക്ക് ഇത് കൊടുക്കാൻ വേണ്ടി, സമ്മാനം കൊടുക്കാനും അവർക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ വേണ്ടി ജിൻഡോയെ വിളിച്ചത്. അപ്പോൾ ജിൻഡോ അവിടെ പോയി കൊടുത്തതിന് ശേഷം ജിൻഡോ പറഞ്ഞ്, ജാൻമണി എനിക്ക് 13 വർഷമായിട്ട് അറിയാം. ഞാൻ ട്രെയിൻ ചെയ്തൊരു ആർട്ടിസ്റ്റിനെ മേക്കപ്പ് ചെയ്ത് ജാൻമണിയാണ്. അന്ന് ഞാൻ കണ്ടു ഇവര് നല്ലൊരു മേക്കപ്പ് ആർട്ടിസ്റ്റാണ്, നല്ല അടിപൊളിയായിട്ട് മേക്കപ്പ് ചെയ്ത് എന്ന് ജിൻഡോ പറഞ്ഞു. അതിനുശേഷം ജിൻഡോ പറയുന്നുണ്ട്, ഇവര് പറഞ്ഞ് അവിടെ വെച്ച് തന്നെ മൊബൈൽ നമ്പർ ഇവർ തമ്മിൽ പരസ്പരം കൈമാറുകയും, പക്ഷേ ഞങ്ങൾ ഇതുവരെ അങ്ങോട്ടും ഇങ്ങോട്ടും അതിന് വിളിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ബിഗ് ബോസിൽ ചെന്നതിന് ശേഷമാണ് ഞങ്ങൾ നേരിട്ട് കണ്ടതെന്നും നമ്മുടെ ജാൻമണിയെക്കുറിച്ച് ജിൻഡോ പറയുന്നുണ്ട്. അതിനുശേഷം ജിൻഡോ പറയുന്നുണ്ട്, നിങ്ങൾ കൂടുതലും നല്ല പ്രാക്ടീസ് ചെയ്യുക, എങ്കിലേ ഉള്ളൂ ഇതൊക്കെ കൂടുതൽ പഠിക്കാൻ പറ്റുള്ളൂ എന്നും പറയുന്നുണ്ട്. പിന്നെ ജിൻഡോ പറയുന്നുണ്ട്, ഞങ്ങൾ തമ്മിൽ നല്ല സൗഹൃദബന്ധമാണ് അന്ന് തൊട്ടേ. പിന്നെ എൻ്റെ വളർച്ചയും ജാൻമണിയുടെ വളർച്ചയും ഞങ്ങൾ പരസ്പരം കാണുന്നുണ്ട്. ഞങ്ങളുടെ ഇടയിൽ ഒരു മീഡിയേറ്റർ ഉണ്ട്. ആ മീഡിയേറ്റർ വഴിയാണ് ഞങ്ങൾ ജാൻമണിയുടെ കാര്യവും എനിക്കറിയാം, എൻ്റെ കാര്യം ജാൻമണി അറിഞ്ഞുകൊണ്ടിരുന്നത്. ബിഗ് ബോസിൽ പോകുന്നതിന് ശേഷമാണ് ഞങ്ങൾ തമ്മിൽ കൂടുതലും കാണുന്നതും സംസാരിക്കുന്നതും എന്നാണ് നമ്മുടെ ജിൻഡോ പറയുന്നത്. പിന്നെ ജിൻഡോ പറയുന്നുണ്ട്, ഇവിടെയുള്ള പഠിക്കുന്ന പിള്ളേരൊക്കെ നന്നായിട്ട് പഠിച്ചെടുക്കുക. മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്ന് പറയുമ്പോൾ നല്ലപോലെ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റാണ് ജാൻമണി എന്നും ജിൻഡോ പറയുന്നത്. നമുക്ക് തന്നെ അറിയാമല്ലോ, മേക്കപ്പ് ആർട്ടിസ്റ്റിനായിട്ട് ഒരുപാട് സെലിബ്രിറ്റികളെല്ലാം ഫസ്റ്റ് ചോയ്സ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ജാൻമണി. അവിടെ ചെന്നതിന് ശേഷം ജാൻമണിയുടെ എന്താ പറയുന്നത്, എനിക്ക് തന്നെ പറയാൻ പറ്റത്തില്ല, നിങ്ങൾക്ക് തന്നെ അറിയാവുന്ന കാര്യമാണ്, ഞാൻ എപ്പോഴും പറയേണ്ട ആവശ്യമില്ല. ജാൻമണി മറ്റുള്ളവരുടെ ആ ഇടപെടലൊക്കെ പലർക്കും അത് ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ ജാൻമണി ജിൻഡോയായിട്ട് നല്ല സൗഹൃദമാണ്. കയറിയതിന് മുന്നേയും അതിന് ശേഷവും അവർ തമ്മിൽ നല്ല സൗഹൃദമാണ്. അതിലൊരു മാറ്റമില്ല. അതുകൊണ്ടാണ് ജിൻഡോയെ അവർ ക്ഷണിക്കുകയും ചെയ്തത്. ജിൻഡോ അവിടെയുള്ള പഠിച്ചിറങ്ങിയ പിള്ളേർക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കുകയും ഒക്കെ ചെയ്തത് അതുകൊണ്ടാണ്. അപ്പോൾ പല ആളുകളും എന്നോട് ചോദിക്കാറുണ്ട്, ജാൻമണിയെക്കുറിച്ച് ഇതുവരെ ഒരു വീഡിയോ ഇട്ടില്ലല്ലോ, ജിൻഡോ സംബന്ധിക്കായ വീഡിയോ ഒന്നും വരുന്നില്ലല്ലോ, എന്താണ് കാരണം എന്നൊക്കെ ചോദിക്കാറുണ്ട്. അവരെ സംബന്ധിച്ച് ഇപ്പോൾ ബിഗ് ബോസ് ഇല്ലാത്തതുകൊണ്ട് കണ്ടന്റ് ഒന്നും കിട്ടാനില്ല, നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ. പിന്നെ നമുക്ക് കിട്ടുന്ന ഇതൊക്കെ വെച്ച് ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ കൂടെ സബ്സ്ക്രൈബ് ചെയ്യട്ടോ. അതിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്തിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യില്ല. നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ഇത്രയൊക്കെ വീഡിയോ കഷ്ടപ്പെട്ട് ഒരുപാട് സമയം വിലപ്പെട്ടാണ്. എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി വീഡിയോ ചെയ്യുന്നുണ്ട്. ഒരുപാട് പേര് വീഡിയോ കാണുന്നുണ്ട്, വളരെ സന്തോഷം. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ഉണ്ടാവണം. അപ്പോൾ താങ്ക് യു, ബൈ ബൈ.